ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസ് വീട്ടിൽ 3 ക്യാപ്റ്റന്മാർ ഒരു സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഒരു ടാസ്കും ചെയ്യാതെ 3 ആൾക്കാർ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരുന്നു. ഈ 3 ആൾക്കാരെയും ഒരുമിച്ച് ക്യാപ്റ്റനാക്കി ബിഗ് ബോസ് ചരിത്രവും സൃഷ്ടിക്കുന്നു. അതൊരു പണിയായിരുന്നോ? അതെ, അതൊരു പണിയായിരുന്നു എന്നുള്ളത് ഏകദേശം ഇപ്പോൾ വ്യക്തമാവുകയാണ്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്നുള്ളത് പഴയ കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരാപ്തവാക്യമാണ്. അതെ, 3 ആൾക്കാരും കൂടി അധികാരം ഏറ്റെടുത്തത് വലിയ സംഘനൃത്തത്തോടു കൂടിയായിരുന്നു. ആ നൃത്തമെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ ആ സംഘത്തിന്റെ അപ്രഖ്യാപിത തലവനായിരുന്ന നെവിൻ പ്രഖ്യാപിച്ചു, ഈ ആഴ്ച നമ്മൾ എന്താണെന്ന് നമ്മൾ തെളിയിക്കും, പൊരിക്കും, ഇവിടെ ഇട്ട് ഓരോ എണ്ണത്തിനെ ഇക്ഷ എണ്ണ ഇറ എഴുതിക്കും, നമ്മൾ തീരുമാനിക്കും എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന്. ഈ ധാർഷ്ട്യത്തോടു കൂടിയാണ് പണി തുടങ്ങിയത്. അതെ, പണി വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ പണി വെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കർമ്മ തിരിച്ചടിച്ചു. അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ കിച്ചണിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരും കയറാൻ പാടില്ല, കിച്ചൺ ഡ്യൂട്ടി ഞങ്ങൾ മാത്രം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏറ്റെടുത്തത്. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കിച്ചൺ ഡ്യൂട്ടി അത്ര ഈസി അല്ല എന്നുള്ള കാര്യം. പിന്നീട് എന്താ ചെയ്യുക? ഉഴപ്പാൻ തീരുമാനിച്ചു. കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊത്തിപ്പെറുക്കി അവർക്ക് വിശപ്പടക്കുകയും ചെയ്യാം, ബാക്കിയുള്ളവർ വായു ഭക്ഷിക്കട്ടെ എന്നൊരു തീരുമാനവും ഉണ്ടായി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു നേരത്തെ ഭക്ഷണം വീട്ടുകാർക്ക് കൊടുത്തില്ല. ചിലർക്ക് ഗ്യാസ് കയറി, കൺഫെഷൻ റൂമിൽ പോകേണ്ടി വന്നു, ബിഗ് ബോസ് മരുന്ന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതെല്ലാം കണ്ടുകൊണ്ട് 3 പേരും ഒരു മൂലക്കിരുന്നു കൊണ്ട് കുലുങ്ങി ചിരിച്ചു. ഇന്ന് രാവിലെ അവർ തീരുമാനിച്ചു, ഒറ്റക്കറി മാത്രം ഉണ്ടാക്കിയാൽ മതി, അത് നമ്മൾ കൊടുക്കും, അവർ തിന്നും, വേണ്ടാത്തവർ പോയി പണി നോക്കട്ടെ. ഇത് തമ്പുരാക്കന്മാർ പ്രഖ്യാപിച്ചു. ഷാനവാസുമായിട്ട് വലിയ പ്രശ്നം അവിടെ ഉണ്ടായി. ആ സമയത്ത് നെവിൻ ധാർഷ്ട്യത്തോടെ പറഞ്ഞു, ഞങ്ങളാരും ആർക്കും ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നവരല്ല, ഗെയിം കളിക്കാൻ ഇതിനകത്ത് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും, ഇഷ്ടമുള്ളവർ അനുസരിച്ചാൽ മതി, ഇല്ലാത്തവർക്ക് ഈ വീട് വിട്ട് പുറത്തു പോകാം, ഞങ്ങൾ ഉണ്ടാക്കി തരും, ചോദ്യം ചെയ്യാതെ വേണമെങ്കിൽ അത് തിന്നേച്ചു പോയാൽ മതി. ഇതൊക്കെ പറഞ്ഞായിരുന്നു തിരിച്ചടിച്ചത്. പക്ഷെ ദേ ഇപ്പോൾ പണി ആകെപ്പാടെ പാളിയിരിക്കുകയാണ്. ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരുന്നത് നൂറയായിരുന്നു. നൂറ പണി അങ്ങ് മുടക്കി. ഇന്ന് പണി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഉച്ച മുതൽ അക്ബർ പറയുന്നുണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞിരുന്നത് വൈകിട്ടാകട്ടെ, ലൈറ്റ് അണയട്ടെ എന്ന്. ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്? അതൊരു ട്രോൾ ആയിരുന്നു എന്നുള്ള കാര്യം ആദ്യം അക്ബർക്ക് മനസ്സിലായില്ല. സന്ധ്യ ആയപ്പോൾ വീണ്ടും പറഞ്ഞു ക്ലീൻ ചെയ്യണമെന്ന്. സൗകര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ പ്രശ്നം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. തുടർന്ന് ക്യാപ്റ്റനെ വിട്ടിട്ട് അനീഷിന്റെ അടുക്കൽ ചെന്നു. അനീഷിനോട് പറഞ്ഞു, ഫ്ലോർ ടീമിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ക്യാപ്റ്റനോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു, പക്ഷേ പുള്ളിക്കാരി അത് കേട്ടിട്ടില്ല, അനീഷ് ചേട്ടൻ വന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അനീഷ് തിരിച്ചടിച്ചു, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടികളൊക്കെ കൃത്യം എൻ്റെ ക്യാപ്റ്റൻ എന്നോട് പറയുന്നുണ്ട്, രാവിലെ സമയത്ത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുക മാത്രമല്ല, കിച്ചണിൽ കയറി നിങ്ങൾക്കും അത്യാവശ്യം സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ ക്യാപ്റ്റൻ പറയുന്നതേ അനുസരിക്കുകയുള്ളൂ. സാധാരണ ക്യാപ്റ്റന്മാർ ഇവിടെ വരുന്ന സമയത്ത് അവർ ആദ്യം തന്നെ പറയാറുണ്ട്, ഞങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനും ഉണ്ടാവുകയില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതാത് മേഖലയിലെ ക്യാപ്റ്റന്മാരോടായിരിക്കും പറയുക, ആ ക്യാപ്റ്റന്മാരായിരിക്കും നിങ്ങളോട് അത് പറയുക. അല്ലാതെ ഡയറക്റ്റ് ക്യാപ്റ്റനുമായിട്ട് ഒരു ഇടപാടിനും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ ക്യാപ്റ്റൻ എന്നോട് പറയട്ടെ, നിങ്ങൾ പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് അനീഷ് വന്നവരെ അതേ വേഗത്തിൽ തന്നെ തിരിച്ചോടിച്ചു. അടുത്തത് വീണ്ടും നൂറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നൂറയോട് അവസാനം സഹി കെട്ടിട്ട് കൽപ്പിക്കേണ്ടി വന്നു, മര്യാദയ്ക്ക് പോയി ഫ്ലോർ ക്ലീൻ ചെയ്തു, ഇല്ലെങ്കിൽ ഭക്ഷണം തരത്തില്ല എന്ന്. നൂറ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചടിച്ചു, നിന്റെയൊക്കെ ഭക്ഷണം ആർക്ക് വേണം? നീയൊക്കെ അങ്ങ് തിന്നോ, എനിക്ക് നിന്റെ ഒന്നും ഭക്ഷണം വേണ്ട, ഇന്നും വേണ്ട, നാളെയും വേണ്ട, മറ്റന്നാളും വേണ്ട. നീ ഒന്നും ഉണ്ടാക്കുന്ന ഭക്ഷണം തിന്നാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ, അതുകൊണ്ട് കൂടുതൽ പേടിപ്പിക്കണ്ട, ഞാൻ ചെയ്യൂല, എനിക്ക് മനസ്സില്ല. അത്രയും കേട്ടപ്പോഴേക്കും അക്ബറിന്റെ കുരു പൊട്ടി. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതുപോലെ ആയിപ്പോയി. അയാൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ആ സമയത്ത് അനീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അക്ബറെ, കഴിഞ്ഞ ആഴ്ച അക്ബർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ആ ഡ്യൂട്ടി ചെയ്യാതെ ഉടായ്പ് കാണിച്ച് ഉഴപ്പി നടന്നിട്ട് ഫുഡ് അടിച്ച്, അതെ മൂക്കുമുട്ട തിന്നിട്ട് നടന്ന അക്ബറിന് ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ഭക്ഷണം തരത്തില്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട, ആ ഭക്ഷണം ഞാൻ അങ്ങ് നിരസിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യത്തിൽ പെടുന്നതാണ് ഭക്ഷണം. അത് കൊടുക്കില്ലെന്ന് പറയാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ? അനീഷ് ശക്തമായി പ്രതിരോധിക്കുവാൻ തുടങ്ങി. നൂറ ശക്തമായി അടഞ്ഞു നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ ഒരു കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം നടന്നു. ആ കമ്മിറ്റി തീരുമാനിച്ചു, ക്യാപ്റ്റനോട് നമ്മൾ പറഞ്ഞിട്ടത് അനുസരിക്കുന്നില്ല എങ്കിൽ ക്യാപ്റ്റനെ നമ്മൾ പിരിച്ചുവിടും, പകരം ആ സ്ഥാനത്ത് മറ്റാളിനെ വെക്കും. ഈ തീരുമാനം അറിയിക്കുവാൻ വേണ്ടി 3 ആൾക്കാരും കൂടി നൂറയുടെ അടുക്കലേക്ക് ചെല്ലുന്നു.
അപ്പോൾ നൂറ വന്നതുപോലെ മൂന്നെണ്ണത്തിനെയും ഒരേ നിരക്ക് അടിച്ച് തിരിച്ചു ഓടിക്കുകയാണ്. നൂറ പറയുകയാണ്, ഇന്നലെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകിന് നടന്നായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയില്ല. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും പറയാൻ പറ്റുമല്ലോ, നിങ്ങൾ ഇന്നലെ ഫുഡ് തന്നില്ല, ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടിയും ചെയ്യുന്നില്ല. ഭക്ഷണം നിങ്ങൾ തരുത്തില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഭക്ഷണം ആർക്ക് വേണം? എനിക്ക് നിങ്ങളുടെ ഒരു പുല്ലും വേണ്ട, ഞാൻ കഴിക്കില്ല. കട്ടായം തീരുമാനം പറഞ്ഞു. പിന്നീട് ക്യാപ്റ്റന്മാർ നൂറയെ അനുനയിപ്പിക്കുവാൻ വേണ്ടി പുറകിന് നടക്കുകയാണ്. ആര്യനാണ് മധ്യസ്ഥ ശ്രമം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഡ്യൂട്ടിയും ചെയ്യണ്ട, 23 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചപ്പാത്തി എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയതാണ്, അത് കഴിക്കണം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്ട് ഉണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഭക്ഷണം ഞാൻ എടുത്ത് കഴിച്ചാൽ അതെന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന പ്രധാന കാരണമാണ്. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, കഴിക്കൂല. ആര്യൻ കാല് പിടിക്കാൻ വരികയാണ്. ആര്യൻ പറയുകയാണ്, അക്ബർ അല്ല നിങ്ങൾക്ക് ഭക്ഷണം തരത്തില്ലെന്ന് പറഞ്ഞത്, നെവിനും ഞാനും കൂടിയാണ് തീരുമാനിച്ചത് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന്. അക്ബറിനെതിരെ നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട, അയാൾ നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നൂറ, അത് ശരി, ഞങ്ങൾക്ക് ഭക്ഷണം തരണ്ട എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ നിങ്ങൾ നാടകം കളിക്കുകയാണല്ലേ? വേല മനസ്സിലിരിക്കട്ടെ, ഈ പണിയൊന്നും ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരണ്ട. അവസാനം ക്ഷമ നശിച്ച് അക്ബർ പൊട്ടിത്തെറിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കിടന്ന് പട്ടിയെപ്പോലെ ജോലി ചെയ്യുന്നു, നിങ്ങളൊക്കെ സൂയിക്കുകയും ചെയ്യുന്നു, ആ പരിപാടി നടക്കില്ല. അപ്പോൾ നൂറ, ഞങ്ങൾ ഇന്നലെ ഇതുപോലെ പട്ടിയെപ്പോലെ പണി ചെയ്യിച്ചു, നിങ്ങൾ സൂയിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ല. അപ്പോ ഞങ്ങൾക്ക് തിരിച്ചടിക്കുവാനുള്ള അധികാരവുമുണ്ട്. പെട്ടെന്ന് ഷാനവാസ് ഇടപെടുകയാണ്. ഷാനവാസ് പറയുകയായിരുന്നു, എന്തൊരു ധാർഷ്ട്യമായിരുന്നു രാവിലെ, ഒറ്റ കറി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, വേണമെങ്കിൽ തിന്നാ മതി എന്നുള്ള ധാർഷ്ട്യമായിരുന്നല്ലോ. ഈ ധാർഷ്ട്യത്തിന്റെ മുമ്പിലൊന്നും നിന്ന് തരാൻ പറ്റില്ല, തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇത് കേട്ടുകൊണ്ട് നെവിൻ പറയുക, നാളെയും ഒറ്റക്കറി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, അതിനെന്താ ഇവിടെ പ്രശ്നം? ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, നാളത്തെ ദിവസവും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഷാനവാസ്, അങ്ങനെയാണെങ്കിലേ നാളെയും ഇതുപോലൊക്കെ തന്നെയായിരിക്കും ബാക്കിയുള്ളവർ ഡ്യൂട്ടിയും ചെയ്യുന്നത്. പിന്നെ എന്തു ഭക്ഷണം ഞങ്ങൾ കഴിക്കണം, എത്ര കറി ഞങ്ങൾ കഴിക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾക്കറിയാം അടുക്കളയിൽ കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ. ആരാ തടയാൻ വരുന്നുവെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. സംഗതി ആകെപ്പാടെ കൈവിട്ടു പോയിരിക്കുകയാണ്. 3 ക്യാപ്റ്റന്മാരും കൂടി ഈ ആഴ്ച ബാക്കിയുള്ള 6 പേരെ നക്ഷത്രക്കണ്ണി എണ്ണിക്കുവാൻ തീരുമാനമെടുത്ത് മുൻപോട്ടിറങ്ങി തിരിച്ചതാണ്. പക്ഷേ പണി കിട്ടി. ഇപ്പോൾ വല്ലച്ചാതിയും ഈ പ്രശ്നമൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എന്നാൽ ആദിലയും നൂറയും വരവണ്ണത്തിനടുക്കുന്നില്ല. തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം അനുമോളെ എടുത്തിട്ടുണ്ട് വട്ട് തട്ടുന്നത് പോലെ തട്ടാമെന്നുള്ള ചിന്തയിലാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷെ നടക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. 3 എണ്ണവും മാളത്തിൽ കയറിയിരിക്കുകയാണ്. ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ആദിലയും നൂറയും കൂടി ഒരു നാരങ്ങ എടുത്തു, നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി. പെട്ടെന്ന് അക്ബർ പറയുകയാണ്, നമ്മുടെ അനുവാദമില്ലാതെ അടുക്കളയിൽ കയറി ഏതാണ്ട് ചെയ്യുന്നുണ്ട്, പോയി നോക്ക്. ആര്യൻ അവിടെ വരുന്നു. ആര്യൻ വന്നിട്ട് പറയുകയാണ്, ഇത് കോമൺ ആയിട്ടുള്ള നാരങ്ങയാണ്, നിങ്ങൾ അത് എടുത്തപ്പോൾ ഞങ്ങളോടത് ചോദിക്കണ്ടായിരുന്നോ? ആര്യന്റെ ആ ചോദ്യമൊക്കെ എത്ര സമാധാനത്തോടും ശാന്തതയോടും കൂടിയാണ്. ആദിലയും നൂറയും ആയതുകൊണ്ടാണ് ഈ ശാന്തത. അവിടെ പൊട്ടിത്തെറിക്കാൻ പോയി കഴിഞ്ഞാൽ താടിക്ക് തട്ടി അവളുമാര് വിടുമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്ര ഭയത്തോടും എത്ര ഭവ്യതയോടും കൂടിയാണ് സംസാരിക്കുന്നത്. അനുമോൾ എങ്ങാണമായിരുന്നു ആ നാരങ്ങ എടുത്തിരുന്നതെങ്കിൽ ഇന്ന് അടിച്ചവർ ഷെഡ് കയറ്റിയേനെ. ചുരുക്കി പറഞ്ഞാൽ കളി നന്നായിട്ട് അറിയാം, പക്ഷെ ആളും തരവും കണ്ടു മാത്രമേ കളിക്കുള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന പരിപ്പ് എല്ലാ കലത്തിലും വേകുന്നതല്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറ്റുന്നിടത്ത് വിളവിറക്കുക ഈ പരിപാടിയുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പലിശ കൂട്ടി നല്ല ഒന്നാന്തരം അടി അണ്ണാക്കിലടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടത് നെവിൻ മാത്രമാണ്. നെവിൻ മിണ്ടാതിരുന്നത് കൊണ്ടാണ് പരിക്ക് പറ്റാതിരുന്നത്. എന്തെങ്കിലും സംസാരിക്കാൻ പോയിരുന്നെങ്കിൽ അവന്റെ അണ്ണാക്കിലടിച്ച് അവർ വിട്ടേനെ. കാരണം അതുപോലെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് രണ്ടുപേരും. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് കാണാം.